ഹലോ കൂട്ടുകാരെ, ഓൺലൈൻ വഴി കണ്ട് കൊതി മൂത്ത് തയ്യാറാക്കിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ ദീപിക പദുക്കോണിൻ്റെ ഫേവറേറ്റ് ഉള്ളിട്ടുള്ള യമാദഷ്ടിയാണ് കേട്ടോ. ഇത് ഭൂട്ടാൻ നാഷണൽ ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുളകാണ് കേട്ടോ. ഞാനിവിടെ കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി മഞ്ഞയും ചുവപ്പും എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം പോലത്തെ ഒരു മുളകാണ് കേട്ടോ ഇത്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഡിഷിന് നല്ല എരിവാണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എരിവാണ് നല്ല ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല എരിവാണ്. പിന്നെ ഇതിനകത്തുള്ള കുരുവൊക്കെ എടുത്ത് കളയണം. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകൊക്കെ എടുത്തിട്ട് അതിനകത്തുള്ള കുരുവൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതാണെങ്കിലും മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുത്താലും മതി. ക്യാപ്സിക്കം മഞ്ഞ, പച്ച, ചുവപ്പൊക്കെ അവൈലബിൾ ആണ്. ഒന്നും ഇല്ലെങ്കിൽ പച്ച മാത്രം എടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതുപോലെ എടുത്താലും മതി കേട്ടോ. പക്ഷേ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു കളർഫുള്ളാകാൻ വേണ്ടി ഈ മുളക് എടുത്തതാണ് കേട്ടോ. ഇത് അവൈലബിൾ ആയിരുന്നു ഇവിടെ, അതുകൊണ്ട് എടുത്തതാണ്. ഇതിന് പച്ചയും ക്യാപ്സിക്കും എടുക്കുന്നുണ്ട്, ചുവപ്പ്, മഞ്ഞ, ഇത് മൂന്നെടുത്തതിന് ശേഷം ഇതിനകത്തുള്ള കുരുവൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ നമ്മുടെ അവിയലിനൊക്കെ അരിയത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമുക്ക് ആ മുളകെല്ലാം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ആ മുളകൊക്കെ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു സവാള, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചമുളക് അധികം എരിവില്ലാത്തൊരു പച്ചമുളകാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് ഞാൻ കുരുവൊക്കെ കളഞ്ഞത് കൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടറൊക്കെ ഉരുകി വരുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള നീളത്തിലരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം, അഥവാ ക്യാപ്സിക്കം അതിട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ഇതൊക്കെ ഒരു മുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പാതി വേവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് നമ്മുടെ മുളകൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുമല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എന്താ ഇവിടെ നല്ലതുപോലെ മുളകൊക്കെ ഒന്ന് വാടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിന് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ചീസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കറി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 3-4 സ്ലൈസ് ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചീസൊക്കെ അതിനകത്ത് നല്ലപോലെ ഉരുകി കിടക്കുന്ന കാണാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. അത്രയേ ഉള്ളൂ. നമ്മുടെ യമാദഷ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദീപിക പദുക്കോണിൻ്റെ ഫേവററ്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഐറ്റം ഭയങ്കര ഫേമസ് ആയത്. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം ഒന്ന് നോക്കണം, ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഒന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ സംഭവം കിടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുത്തിരിച്ചോറിൻ്റെ കൂടെ അല്ല കഴിക്കേണ്ടത്, നമ്മുടെ ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കണം. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.